കൊല്ലത്ത് പത്തനാപുരം കടശ്ശേരിയിൽ വന്യമൃഗ ആക്രമണത്തിൽ പൊറുതിമുട്ടി നാട്ടുകാർ. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതിനൊപ്പം കൃഷികളും നശിപ്പിക്കുന്നു. ശാശ്വത പരിഹാരം സ്വീകരിക്കാത്തതിനെതിരെ പലതവണയാണ് നാട്ടുകാർ വനം വകുപ്പ് ഓഫീസ് ഉപരോധിച്ചത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പലതവണയാണ് കടശ്ശേരിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായത്. ആഴ്ചകൾക്ക് മുൻപാണ് പുലി നാട്ടിലിറങ്ങി 2 പശുക്കുട്ടികളെ കടിച്ചു കൊന്നത്. കാട്ടാനയും കാട്ടുപന്നിയും കുരങ്ങും മലയണ്ണാനും കർഷകർക്ക് വരുത്തുന്ന നഷ്ടങ്ങൾക്ക് കണക്കില്ല. മലയോര മേഖലയാണ്. അവിടുത്തെ കർഷകർ ഈ കാർഷിക വിളകളൊക്കെ വിറ്റും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത്. എന്നാൽ ഇന്നവിടെ യാതൊരു വിധമായ കൃഷികളും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഈ വന്യമൃഗശല്യം എന്ന് പറയുന്ന ആനയും പുലിയും മാത്രമല്ല, ഏറ്റവും കൂടുതൽ ശല്യം മലയണ്ണാനും കുരങ്ങും. 2 മാസത്തിനിടെ 3-ാം തവണയാണ് നാട്ടുകാർ കടശ്ശേരി വനംവകുപ്പ് ഓഫീസിൽ പ്രതിഷേധിച്ചത്. വനാതിർത്തിയിലെ സോളാർ വേലി നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപിക്കുന്നു. കടശ്ശേരി എലപ്പക്കോട് എന്ന് പറഞ്ഞ പ്രദേശത്ത് തൂക്ക് സൗരവേലി നിർമ്മിച്ചു. എന്നാൽ അത് നാളിതുവരെ അത് ചാർജ് ചെയ്തിട്ടുമില്ല. അതുമാത്രമല്ല, അതിൻ്റെ തൂക്ക് സൗരവേലിയുടെ കമ്പികൾ, തൂക്കിയിട്ടിരിക്കുന്ന കമ്പികൾ 5 മാസത്തിനകത്ത് തന്നെ അത് പൂർണ്ണമായും തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ വൻ അഴിമതി, അതായത് ഉദ്യോഗസ്ഥരും ഈ സോളാർ വർക്ക് ചെയ്യുന്നവരുമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അതിൽ നടത്തിയിരിക്കുന്നത്. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മീഡിയ 1 കൊല്ലം.